ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. കേരളത്തിലെ സ്ത്രീ ജീവിതങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കുടുംബശ്രീക്ക് മുമ്പും ശേഷം എന്ന് കാലം രേഖപ്പെടുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. കുടുംബശ്രീ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ സ്ത്രീ ജീവിതങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കുടുംബശ്രീക്ക് മുമ്പും ശേഷവും എന്ന് കാലം രേഖപ്പെടുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. കുടുംബശ്രീ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ജില്ലയിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കമിട്ട പദ്ധതി ഇന്ന് സംസ്ഥാനമൊട്ടാകെ വ്യാപിച്ചിരിക്കുകയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം സംസ്ഥാനം ഏറെക്കുറെ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ വരുമാന വർധനവ് മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന തരത്തിലാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ആളുകൾ അർപ്പിച്ച വിശ്വാസവും 46 ലക്ഷത്തോളം വരുന്ന മനുഷ്യ വിഭവശേഷിയുമാണ് കുടുംബശ്രീയുടെ പിൻബലമെന്നും പുതിയ കുതിപ്പിനാണ് ഈ വർഷം കുടുംബശ്രീ തുടക്കമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവരുമായിട്ട് മത്സരിക്കാൻ കുടുംബശ്രീക്ക് പ്രാപ്തി ഉണ്ടാക്കാനാണ്. അവരുമായിട്ട് മത്സരിക്കാൻ കെൽപ്പും ശേഷിയുമുള്ള പ്രസ്ഥാനമാണ് കുടുംബശ്രീ. എന്താ കാരണം? അവർക്ക് വലിയ മൂലധന പിൻബലമുണ്ടാവും. പക്ഷെ അവർക്കില്ലാത്തൊന്ന് കുടുംബശ്രീക്കുണ്ട്. അത് 46 ലക്ഷം വരുന്ന കുടുംബശ്രീ അംഗങ്ങളുടെ മനുഷ്യ വിഭവശേഷിയാണ്. അതിനോട് കിടപിടിക്കാൻ ആർക്കും കഴിയില്ല. മൂലധന പിൻബലമുണ്ടാവും. അത് വെച്ച് നമുക്ക് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഇപ്പൊ തന്നെ കുടുംബശ്രീക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകളിലേക്കെല്ലാം എത്താൻ കഴിയണം. കുടുംബശ്രീക്ക് അങ്ങനെ എത്താനുള്ള മറ്റൊരു അനുകൂല ഘടകം എന്താ? കുടുംബശ്രീക്കുള്ള വിശ്വാസ്യതയാണ്. മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പി. ഉബൈദുള്ള എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് മുഖ്യാതിഥിയായി. കോഡൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കെ. കക്കോത്ത്, വാർഡംഗം കെ.എൻ. ഷാനവാസ്, ഗവേണിംഗ് ബോഡി അംഗം പി.കെ. സൈനബ, CDS ചെയർപേഴ്സൺ ഷബ്ന റാഫി, ജില്ലാ കറി പൗഡർ കൺസോർഷ്യം പ്രസിഡന്റ് വി. ബിന്ദു, തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എസ്. കവിത, കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രശാന്ത് ബാബു, പ്രോഗ്രാം ഓഫീസർ ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ പരീക്ഷാടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് മലപ്പുറം ഉൾപ്പെടെ 6 ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത്. ഇതിൽ മലപ്പുറം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളാണ് ആദ്യഘട്ടത്തിൽ ബ്രാൻഡഡ് രൂപത്തിൽ വിപണിയിലെത്തുക. ഒരേ ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിവിധ ഇടങ്ങളിലുള്ള സംരംഭങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് നടത്തി ഏകീകൃത ബ്രാൻഡിലും പാക്കിംഗിലും ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ ലഭ്യമാക്കുന്നതിനാണ് കുടുംബശ്രീ ബ്രാൻഡിംഗ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ കുടുംബശ്രീ ബസാർ, മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റുകൾ, ഹോം ഷോപ്പ് എന്നിവ വഴിയാണ് വിൽപ്പന നടത്തുക. തുടർന്ന് വിതരണ ഏജൻസികളുടെ സഹായത്തോടെ ഹൈപ്പർ മാർക്കറ്റുകളിലും ഓൺലൈൻ സംവിധാനങ്ങളുടെ സഹായത്തോടെയും കൂടുതൽ വിപണി കണ്ടെത്തുകയാണ് ലക്ഷ്യം.